40 കഴിഞ്ഞ സ്ത്രീകളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. മെനോപോസ് അഥവാ ആർത്തവ വിരാമം. എന്താണ് ആർത്തവ വിരാമം? പെർമനന്റ് സീസേഷൻ ഓഫ് മെൻസസ് ആണ്. അതായത് ആർത്തവം നിലച്ചിട്ട് ഏകദേശം 1 വർഷക്കാലം, 12 മാസക്കാലത്തേക്ക് ആർത്തവം ഇല്ലാത്ത അവസ്ഥ. ഇതാണ് ആർത്തവ വിരാമം. ഈ ഒരു കാലയളവിൽ സ്ത്രീകൾക്ക് ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണ്. പലർക്കും ഇതിനെക്കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്ത സ്ത്രീകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് പ്രീ മെനോപോസ്. അതായത് മെനോപോസിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവുകയില്ല, പക്ഷെ പീരീഡ്സ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സ്റ്റേജിനെയാണ് പ്രീ മെനോപോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പെരി മെനോപോസ്. അതായത് നിങ്ങൾ മെനോപോസിനോട് അടുത്തെത്തി എന്നർത്ഥം. ഈ ഒരു കാലയളവിൽ ഗർഭിണിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഒരു കാലയളവിൽ പലർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് മെനോപോസ് അടുത്തെത്തി, ഈ ഒരു സമയത്ത് ഗർഭിണിയൊന്നും ആകില്ല എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഏകദേശ പ്രായം 43 to 54 ഇയേഴ്സ് ആണ് ആ ഒരു കാലഘട്ടം. ഇത് ഓരോരോ ആൾക്കാരുടെ ശരീരഘടന, അതുപോലെ തന്നെ ആദ്യമായി ആർത്തവം വന്ന ഒരു പ്രായം, അതിനനുസരിച്ചായിരിക്കും മെനോപോസ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗർഭിണിയാവാനുള്ള ചാൻസ് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു കാലയളവ് ഏറ്റവും, അതായത് മെനോപോസിൻ്റെ സ്റ്റേജിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവാണ് ഇത്. മൂന്നാമത്തേത് മെനോപോസ്. അതായത് മെൻസസ് നിന്നിട്ട് 12 മാസം, 1 വർഷക്കാലത്തേക്ക് മെൻസസ് ഇല്ലാത്ത അവസ്ഥ, മെനോപോസ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഓവറീസിൽ അണ്ടോൽപാദനം നിലയ്ക്കുന്നു. നാലാമതായിട്ട് പോസ്റ്റ് മെനോപോസ്. അതായത് മെൻസസ് നിന്നിട്ട് 1 വർഷക്കാലം, പിന്നെ ഇത് നിങ്ങളുടെ ലൈഫ് ലോങ്, ജീവിതാവസാനം വരെ ഈ ഒരു സ്റ്റേജാണ്, പ്രത്യുൽപാദനം നിലച്ച ഒരു അവസ്ഥ, പോസ്റ്റ് മെനോപോസ്. അത് നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നു, അത് ആ ഒരു ഏജ് വരെ ഈ ഒരു സ്റ്റേജാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹോർമോൺ ചേഞ്ചസും ഉള്ള ഒരു സമയമാണ് ഈ മെനോപോസ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പ്രത്യേകം ഈ ഒരു പ്രായക്കാലം കൂടുതൽ ശാരീരികമായും മാനസികമായും കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവ് തന്നെയാണ്. ഇത് പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തത് അവർക്ക് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാരക അസുഖമാണെന്നൊക്കെ ചിന്തിച്ച് കൂട്ടാറുണ്ട് പലരും. കാരണം ആ ഒരു കാലയളവിൽ മാനസികമായിട്ടും ഒരുപാട് ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി, ഇടയ്ക്കിടെയുള്ള തലവേദന, ഇറിറ്റബിലിറ്റി, ഇതൊക്കെ സ്ത്രീകൾ ഈ ഒരു സമയത്ത് കാണിക്കാറുണ്ട്. പലരും ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അവൾക്കെന്തോ സൈക്കിക് ഇഷ്യൂ ആണ് അല്ലെങ്കിൽ മെൻ്റലാണ്. ആ ഒരു തരത്തിലേക്കുള്ള ചിന്താഗതിയാണ് പലർക്കും ഉള്ളത്. അത് അങ്ങനെയല്ല, ഇതൊരു മെനോപോസൽ സ്റ്റേജിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.